ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കുറെ നാളായി ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ലോങ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇന്ന് ഒരു സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് മൈ ഷോ ആപ്പ് വഴിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹയാസ് കുറച്ച് പുന്നാരപ്പുള്ളിയായിട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മറ്റൊരു സന്തോഷമുണ്ട്. നമ്മളുടെ ഫാമിലി 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഗ്രോയിങ് ആണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരോട്, എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സന്തോഷം. അപ്പൊ ഹംന ഓർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് മോളെയും കൊണ്ട് ചെറുതിലെ മുതൽ സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസ് ഒക്കെ നമ്മൾ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, മോള് കോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളത്, അവള് ഫുൾ ഫിലിം കാണാനായിട്ട് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവള് ഫിലിം കാണാനായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ അവരെ കംഫർട്ട് ചെയ്ത് വെക്കാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും സെയിം തന്നെയാണ്, കംഫർട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. രണ്ടുപേരെയും കംഫർട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പൊ അതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ബാഗാണ് ഞാൻ മോസ്റ്റ്ലി പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടേഷൻ സ്പേഷ്യസ് ആണ്. അപ്പൊ ഇതിനകത്ത് ബാക്കി നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. 2 ടോയ്സ് ഇതിനകത്ത് എപ്പോഴും കിടക്കുന്നുള്ളത് ഇതിൽ കിടക്കുന്ന സാധനങ്ങളാണ്. തിയേറ്ററിൽ വെച്ച് ഇതൊന്നും എടുക്കേണ്ട ആവശ്യം വരാറില്ല. എന്നിനിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഒരു ബാഗിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മദേഴ്സും കൊണ്ടുപോകുന്ന പോലെ ഒരു ചെറിയ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ പാമ്പേഴ്സ് ഉണ്ട്, ഒരു ജോഡി ഡ്രസ് ഉണ്ട്, ഒരു ടവൽ വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന 2 സാധനങ്ങളാണ് ഇത്. നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ സുഖനിദ്ര കിട്ടാനായിട്ട് ഈ ഒരു സോഫ്റ്റ് ടർക്കി എപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു മങ്കി ക്യാപ്പ് വലിയ ആവശ്യം വരാറില്ല, കാരണം ഇവള് അങ്ങനെ വെക്കാറൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഹയാസിന് വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഇതും കൂടി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഡ്രസ്സാണ്. ഈ ഒരു ബനിയൻ സെറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. യാതൊരുവിധ ഇറിറ്റേഷനും ഇല്ലാണ്ട് വളരെ കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കൂടെ ഞാനൊരു സോക്സും കൂടി ഇരിക്കുന്നുണ്ട്. ഇതിന് മാച്ച് ഒന്നുമല്ല, പക്ഷെ ഇത് കാലിലൊന്നും തണുപ്പേറ്റിട്ട് ആ ഒരു കംഫർട്ട്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോക്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പൊക്കെയാണ്. പിന്നെ ഈ ഒരു ഹെയർ ബോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ വെക്കണതാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇത് വലിച്ച് തലേന്ന് വരും. പോരാത്തതിന് ഇപ്പൊ മൊട്ടത്തലയും കൂടിയാണ്. യാതൊരു വിധത്തിലും നമുക്ക് ഹെയർ ബാൻഡിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഹയാസിനെയും സെയിം തന്നെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ബനിയൻ സെറ്റ് തന്നെയാണ് ഹയാസിന് നമ്മൾ ഇടിക്കുന്നത്. ഇനിയുള്ളത് മെയിൻ കാര്യം എന്റെ ഡ്രസ്സാണ് ഞാൻ നോക്കാറുള്ളത്. എന്റേതും ഞാൻ സെയിം ഒരു ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത, വേറെ കല്ല് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ. ഞാൻ ബർത്ത്ഡേയുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഉമ്മിച്ചി എനിക്ക് വാങ്ങിച്ചു തന്നേക്കുന്ന ഡ്രസ്സ്. അതിൽ ഒരെണ്ണമാണ്, അതിൽ കാണിക്കാത്ത ഒരെണ്ണമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ്, ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ എപ്പോഴും ഔട്ട്ഫിറ്റില് ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്. ഇനിയുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹംനയുടെ ടമ്മി ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. ഹംനയുടെ വയറ് ഞാൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് കുറുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കുറുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ കുറുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്യൂസറിലാണ് കുറുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഞാൻ കുറുക്ക് കൊടുത്ത് ഹംനയുടെ ടമ്മി ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിനി റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇവിടെ ഞാൻ ആദ്യം ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തത്, പക്ഷെ മൊട്ടത്തലയിൽ ഹെയർ ബാൻഡ് വെച്ചിട്ട് രസമില്ല. അപ്പം മാറ്റിയിട്ട് ക്യാപ്പ് ആക്കി. പക്ഷെ ഇതിപ്പോ 2 പ്രാവശ്യമായി ഊരണത്. എത്ര നേരം നിൽക്കും അറിയൂല. ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ. അപ്പൊ ഹയാസ് റെഡിയാണ്. ഹയാസ് ഹായ് പറ. കണ്ടോ, പറഞ്ഞു തീർന്നില്ല. എപ്പോഴേക്കും തൊപ്പി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഹായ് പറയണ്ടിരുന്നിട്ട്. അപ്പൊ നമുക്ക് പോവാം, വാ. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി സിനിമയ്ക്ക് പോവാണ്. 6:10 ആയിട്ടുണ്ട്. 6:45 ഷോ. നമ്മൾ ആലുവ സീനത്ത് തിയേറ്ററിലാണ് ഷോ ബുക്ക് ചെയ്തേക്കുന്നത്. മൊട്ടത്തലയുടെ മൊട്ട മാത്രമേ കാണണുള്ളൂ. ആള് ഭയങ്കര പണിയിലാണ്. നമ്മുടെ മറ്റേ ക്യാപ്പൊക്കെ ഊരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ വെക്കണം. എത്ര നേരം ഇരിക്കുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പില്ല. ഹയാസ് വൈകിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഹയാസിന്റെ മുഖത്തുണ്ട്. സിനിമ കാണുമ്പോ ഉറങ്ങുമോ ഹയാസ്? ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല ടയേർഡായിട്ടാണ് ഇരിക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി പോവാണ്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇക്കാക്ക് ഉറക്കം വന്നുണ്ടോ?
രണ്ടാൾക്കും ഉറക്കം വരണ്ട. അപ്പൊ ഇന്ന് എല്ലാവരും ഉറങ്ങിയായിരിക്കും സിനിമ കാണണെന്ന് തോന്നണ്. ആ സിനിമ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ, വാഴ. ആ സിനിമ കാണാനാട്ടോ പോണത്. വി ആർ ഗോയിങ് ടു വാച്ചിങ് വാഴ വിത്ത് അവർ ലിറ്റിൽ 2 വാഴസ്. അപ്പൊ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. തിയേറ്ററിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളില് കാർ പാർക്കിംഗ് കിട്ടുമെന്ന് അറിയൂല കേട്ടാ. 6:45 ഷോ. 6:36 എന്താവും അവസ്ഥ എന്നൊന്നും അറിയൂല. സ്പേസ് ഇല്ല എന്ന് തോന്നുന്നു. തിയേറ്ററിൽ എത്തിയപ്പോൾ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാക പാർക്ക് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഹയാസിനെ അകത്ത് നമുക്ക് കൂളാക്കി ഇരുത്താനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചിപ്സും ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് അപ്പോഴേക്കും ഇക്കാക നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് ടിക്കറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ആക്കിയിട്ട് ആദ്യം കൊണ്ടേ കാണിച്ചപ്പോൾ നമ്മളുടെ സീറ്റ് മുകളിലായിരുന്നു. നമ്മൾ ബാൽക്കണി സോഫ സീറ്റായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരെ എല്ലാവരും കൂടി കുത്തിപ്പിടിച്ച് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഹയാസ് ചിപ്സും ഫ്രൂട്ടിയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര ഹയാസിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഹംന ഉറങ്ങിയിട്ടില്ല. ഹംനൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രോപ്പർ ടൈമിൽ തന്നെയാണ് ഇപ്രാവശ്യം ചെന്നത്. സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്, കുറേ ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആളുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു. ഒരു വിരലിൽ എണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ഒഴിവുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാകെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് നേരെ സീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയാണ്. മറ്റൊരു കാര്യം, കൊച്ചുങ്ങളെയും കൊണ്ട് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു സൈഡ് സീറ്റ് ആയിരിക്കും കേട്ടോ ബുക്ക് ചെയ്യുന്നത്. നേരത്തെയൊക്കെ നമ്മൾ നേരെ സെൻറ്ററിലേക്കായിരുന്നു ബുക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ സൈഡ് സീറ്റാണ് ബുക്ക് ചെയ്യുന്നത്. എന്നാലാണ് മോളെയും കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരുത്താനും ഫീഡിങ്ങിനും എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈഡ് സീറ്റ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ സിനിമ തുടങ്ങി, സിനിമയിൽ ഇൻ്റർവെല്ലായി. ഹയാസ് വേഗം ഇക്കാക്കയും കൂടി പോയിട്ട് ഇൻ്റർവെല്ലിന് ഐസ്ക്രീമും ചിപ്സും കണസാകുണസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും കിടന്നങ്ങോട്ട് ഉറങ്ങി. ഹംന സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങണതാണ്. അപ്പോൾ ഹംന സുഖമായിട്ട് ഉറങ്ങി. ഹയാസും കിടന്നുറങ്ങി ലാസ്റ്റ് ആയപ്പോഴേക്കും. പിന്നെ ഹയാസിനെ എണീപ്പിച്ച് അങ്ങനെ ലാസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോണത് കേട്ടോ. ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നോക്കുന്നത് ഈ ഒരു കംഫർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളും സീറ്റിൽ നിന്നൊക്കെ എണീച്ചിട്ട് പുറത്തേക്ക് പോരാണ്. അപ്പോൾ അടുത്ത ചേട്ടൻ നോക്കണ്ട് എല്ലാവരും ഇറങ്ങിയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എക്സിറ്റ് അടിച്ചു. അന്ന് സൂപ്പറായിട്ട് കിടന്നുറങ്ങി. ഹയാസ് ഇന്റർവെല്ലിൽ കഴിഞ്ഞ് ഫുഡ് അടി കഴിഞ്ഞിട്ട് ഹയാസ് ഉറങ്ങിയത് എണീറ്റ്. ഇനി നമുക്ക് നേരെ സിനിമ കഴിഞ്ഞ് പോണ തിരക്ക്. അപ്പം നമുക്കിനി വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ വണ്ടി പുറത്താണ് കിടക്കണേ കേട്ടോ. ഇവിടെ കൈ പിടിച്ചോട്ടോ. ആരാ വേണ്ട, നമ്മളിപ്പോ നടന്നു. അടുത്ത ഷോയ്ക്കുള്ള തിരക്കായി തോന്നണല്ലേ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ആ വണ്ടി പോയാലും കേട്ടില്ല, ഒന്നുകൂടി പറയൂ. പടം എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അഡിയോസ് അമീഗോന് പോയിട്ടുണ്ടായി. ഇക്ക പറയണത് അതിന് പോകണ്ടായിരുന്നു, ഇത് കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോവാണ്. നിന്നോട് ഞാൻ ഉറങ്ങരുതെന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്താ ഉറങ്ങിപ്പോയേ? സിനിമ കണ്ടപ്പോൾ ഫുഡ് അടിച്ച് ഉറങ്ങിപ്പോയാ? ചിപ്സും ഫ്രൂട്ടി ഐസ്ക്രീമൊക്കെ തിന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൻ്റെ മാറിയിട്ടില്ല. ഹംനാനെ നമ്മൾ കംഫർട്ടാക്കി കൊണ്ടുവന്നിട്ട് ഹംന നല്ല ഉറക്കത്തിലായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ സിനിമ കണ്ടു. അടിപൊളി പടമായിരുന്നു. 2.5 മണിക്കൂറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അടിപൊളി എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു സിനിമ. അപ്പൊ ഇന്നത്തെ സിനിമ വിശേഷങ്ങളും ഞങ്ങളുടെ സിനിമയ്ക്ക് പോണ തയ്യാറെടുപ്പുകൾ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.